ആത്മഹത്യ ചെറിയ റീലായിട്ടല്ല കേട്ടോ, ഞാൻ കുറച്ച് കാര്യങ്ങൾ പറയാം. ഈ ആത്മഹത്യ എന്ന് പറയുമ്പോൾ ഇപ്പൊ ഒരു യുവാവ് ഒരു യുവതിയുടെ ഒരു വീഡിയോ പ്രതികരണത്തിനെതിരെ ആത്മഹത്യ ചെയ്തതായിട്ട് ഇന്നലെ ഒരു ന്യൂസ് കണ്ടു. ഈ ഒരു ന്യൂസ് എന്ന് പറഞ്ഞാൽ പലരും പല വിധത്തിൽ പ്രതികരിക്കുന്നുണ്ട്. പോലീസ് സ്റ്റേഷനിൽ അതിലൂടെ ആ യുവതിക്ക് നേടിയെടുക്കാമായിരുന്നു. എന്തോന്ന് പോലീസ് സ്റ്റേഷൻ, എത്ര പോലീസ് സ്റ്റേഷനുകളിലുള്ള കേസ് കാരണം ആത്മഹത്യ ചെയ്തവരുണ്ട്. അപ്പൊ ഈ ആത്മഹത്യ എന്ന് പറയുന്നത് സമൂഹം സൃഷ്ടിക്കുന്ന ഒരു സംഭവമാണ്. പിന്നെ ചിലരുടെ ഉള്ളിലുള്ള പവേഴ്സിന്റെ കുറവ്, അതായത് ജീവിതം ഇനി എങ്ങനെ മുന്നോട്ട് പോകും എന്നതിനെ കുറിച്ച് ശരിയായ രീതിയിലുള്ള ധാരണ ഇല്ലാത്തതിനാൽ മാത്രം ഓരോരുത്തരും പ്രയാസം. അപ്പൊ ഞാനൊക്കെ എത്ര തവണ ആത്മഹത്യ, ഒരു തവണ ശ്രമിച്ചാട്ടെ, ഞാൻ എപ്പോഴേലും പറഞ്ഞോന്നറിയില്ല. അത് വളരെ കുഞ്ഞു പ്രായത്തിൽ, ഒരു 6-7 ക്ലാസ്സിലെങ്ങാനോ പഠിക്കുന്ന സമയത്ത് എനിക്കും ഇതുപോലെ ഭയങ്കര സ്ട്രെസ്സുകൾ, പല പല കാരണങ്ങൾ, സ്കൂളിൽ നിന്നും വീട്ടിൽ നിന്നും അങ്ങനെ ഭയങ്കരമായ സ്ട്രെസ് വന്നപ്പോൾ ഞാൻ ഒരു തവണ ശ്രമിച്ചാണ് എന്തോ കാര്യത്തിന് രക്ഷപ്പെട്ടു പോകും. അതുകൊണ്ടാണ് ഇന്നിപ്പോ ഈ 39-39ാമത്തെ വയസ്സിൽ നിങ്ങളെയൊക്കെ ഈ വീഡിയോ കാണുന്ന 1-2, അതായത് ഇപ്പൊ ലോങ് വീഡിയോ ആകുമ്പോൾ 1-2 പേരാണല്ലോ നമുക്ക് ഇതുള്ളത്, വ്യൂവേഴ്സ് ഉള്ളത്. അതിൽ തന്നെ എങ്ങനെ എനിക്കിട്ട് പാര പണിയാം എന്ന് ചിന്തിക്കുന്ന വിധത്തിലുള്ള വ്യൂവേഴ്സ് ഉണ്ടാകും. അതല്ല, നമ്മൾ പറയുന്ന എന്തോ ഒരു കാര്യം പറയുന്നുണ്ടല്ലോ എന്ന് ശ്രദ്ധിക്കുന്ന ഒരുത്തനോ ഒരുത്തിയോ ഉണ്ടായിരിക്കാം. അതും അവരുടെ ജീവിതത്തിലേക്ക് എന്തെങ്കിലും ഗുണമുള്ളത് എടുക്കണം, പറയുന്നതിൽ എന്തോ ഒരു ഗുണമുള്ള കാര്യം ഉണ്ടല്ലോ എന്നെടുക്കുന്ന വിധത്തിലുള്ള ആരെങ്കിലും ഉണ്ടായിരിക്കാം. പക്ഷെ ആരും കമന്റ് ഇടുന്നില്ല. കാരണം ഒന്നുകിൽ ഈ ഞാൻ പറയുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രാസ്പ് ആവുന്നുണ്ടായിരിക്കില്ല, അതല്ലെങ്കിൽ അംഗീകരിക്കുന്നുണ്ടായിരിക്കും. ഈ 2 വിധത്തിലായിരിക്കും. ലൈക്ക് ചില സമയത്ത് വരുന്നുണ്ട്, അതൊന്നും വിഷയമില്ല. പക്ഷെ എനിക്ക് എൻ്റെ ആത്മാവ്, ജീവൻ ഈ ശരീരത്തിൽ നിലനിൽക്കുന്നിടത്തോളം കാലം സമ്മതിക്കാനുള്ള ഒരു മാർഗം തന്നെയാണ് ഈ യൂട്യൂബിലുള്ള വീഡിയോ. ഇൻസ്റ്റഗ്രാമിലോ ഫേസ്ബുക്കിലോ വെറുതെ അതും ഇതും പോസ്റ്റ് ചെയ്ത് അതിലൂടെയും വരുമാനം കണ്ടെത്തുന്ന ഒരുപാട് പേരുണ്ട്. ഇതുപോലെ പല അനവധി വീഡിയോകൾ ചെയ്ത് പറഞ്ഞ പോലെ ആത്മഹത്യാ പ്രേരണകൾ ചെയ്തിട്ടും അങ്ങനെ തന്നെ പറയാം. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ യുവതി ചെയ്തത് ആ ഒരു ആത്മഹത്യാ പ്രേരണ തന്നെ ആയിരിക്കാം. പക്ഷെ അത് മാത്രം ആയിക്കൊള്ളണമെന്നില്ല. ആ ഒരു യുവാവ് മരണപ്പെടാൻ കാരണം അത് മാത്രം ആയിക്കൊള്ളണമെന്നില്ല. വേറെയും അനവധി നിരവധി സ്ട്രെസ്സുകള് അദ്ദേഹം ചിന്തിച്ചു വെച്ച രീതിയിലുള്ള പല പല കാരണം, ഏകദേശം 32 വയസ്സോളം എന്നാണ് അറിയാൻ കഴിഞ്ഞത്. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ 90 കിഡ്സ് ഇപ്പൊ അങ്ങനെയാണല്ലോ, 90 കിഡ്സ് 2K കിഡ്സ് ഈ രീതിയിലാണല്ലോ ഇപ്പൊ കാറ്റഗറൈസ് ചെയ്തിട്ടുള്ളത്. പക്ഷെ ഒരുവിധം ഈ 90 ബാക്കിലേക്കുള്ള ഒരുവിധ ആളുകളും ആത്മഹത്യ ചെയ്യുന്നില്ലേ എന്ന് ചോദിച്ചാൽ ചെയ്യുന്നവരൊക്കെ ഉണ്ട്. അനവധി പേര് അങ്ങനെയും ചെയ്യുന്നുണ്ട്. പക്ഷെ ചാൻസ് കൂടുതൽ ഇനി ഇവിടുന്ന് അങ്ങോട്ട്, അതായത് 2K കിഡ്സിന്റെ മേലേക്കുള്ളവരാണ് കൂടുതലും ആത്മഹത്യ ചെയ്യുന്നത്. ഇപ്പോൾ അങ്ങനെ ഒരു ആത്മഹത്യാ പ്രേരണ നിർത്താൻ വേണ്ടിയിട്ടാണ് SSLC പഴയ കാലത്തേക്ക് DPP ആക്കിയത്. പിന്നീട് അതിനെ പരിഷ്കരിച്ച് ഗ്രേഡ് സിസ്റ്റം വളരെ അധികം മാർക്ക് കൊടുത്തുകൊണ്ടേയിരിക്കും. പക്ഷെ ഇവരൊക്കെ ജീവിതത്തിന്റെ പല പല പ്രതിസന്ധികളിൽ എത്തുമ്പോൾ ആത്മഹത്യ ചെയ്യുന്നില്ല. അനവധി പേര് ആത്മഹത്യ ചെയ്യുന്നുണ്ടെന്ന് മാത്രമല്ല, രാജ്യത്തിന് നഷ്ടം വരുത്തിക്കൊണ്ട് ആത്മഹത്യ ചെയ്യുന്നുണ്ട്. കാരണം എന്താന്ന് വെച്ചാൽ, ഒരു ചെറിയൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഒരു SSLC പഠിച്ച് തോറ്റു എന്നതിന്റെ പേരിൽ സമൂഹത്തിൽ നിന്നും അനവധി അപവാദങ്ങളും അനവധി കളിയാക്കലുകളും കിട്ടിക്കൊണ്ട് ഒരുത്തൻ മരണപ്പെടുന്നതും, അതല്ല ഇതേ SSLC അതിന് യോഗ്യതയില്ലാതെ അവന് ജയിപ്പിച്ചു വിട്ട് പിന്നീട് അവൻ വിവിധ മേഖലകളിൽ പോയി ക്രെഡിറ്റ് കാർഡ്, അനവധി തട്ടിപ്പുകള്, മറ്റു പല കാര്യങ്ങളും ചെയ്തുകൊണ്ട് നാടിന്റെ ഇടയിൽ ജീവിച്ച് കല്യാണം കഴിച്ച് മക്കളായി വളരെ സിമ്പിളാക്കി, വളരെ എന്താ പറയാ, വളരെ ആർഭാടമായി ജനങ്ങൾക്ക് അവനതാ അടിപൊളിയായി ജീവിച്ച് കാണിക്കുന്നു എന്ന് പറയുന്നതിനിടയ്ക്ക് അവനെതിരെ ക്രെഡിറ്റ് കാർഡ് കമ്പനികൾ, ബാങ്കുകൾ, മറ്റുള്ളവരൊക്കെ അവനെതിരെ അപവാദം, നീ ലോൺ അടച്ചേ തീരൂ, ലോൺ അടച്ചില്ലെങ്കിൽ ഇത് ജപ്തി ചെയ്യും. കണ്ട, അതിൻ്റെ ഉള്ളിൽ സ്ട്രെസ് ആവാൻ തുടങ്ങി. നിയമപരമായിട്ടുള്ള അപവാദങ്ങൾ അവൻ്റെ ഉള്ളിലേക്ക് സമൂഹം കൊണ്ടുവന്നു. അങ്ങനെ ആത്മഹത്യ ചെയ്യുന്ന, അതായത് ഒരു
35-40 സമൂഹത്തിൽ വളരെ വലിയ മാറ്റം കാണിച്ചിട്ടുള്ള പല യുവാക്കളും പല രീതിയിൽ ഇപ്പോൾ മരണപ്പെട്ടിട്ടുണ്ട്. അതിപ്പോ അടുത്തൊരു വിദേശത്തു നിന്നുള്ള ഒരു ന്യൂസ് കാണാനിടയായി. ആരെയും എന്തെന്നറിയില്ല, അവനും മരണപ്പെട്ടു, ഇവിടെ നാട്ടിലുള്ള അവന്റെ ഭാര്യയും മരണപ്പെട്ടു. രണ്ടും കൂടെ ഇവിടെ വരുത്തി വെച്ചിട്ടുള്ള നഷ്ടം, സാമ്പത്തിക നഷ്ടം. പക്ഷെ അതിന് സമ്പത്ത് കൊടുത്തവര്, ഈ ക്രെഡിറ്റ് കാർഡിന്റെ രീതിയിൽ മറ്റുള്ളവർ കൊടുത്തവര്, അവരവരുടേതായ രീതിയിലുള്ള ക്രൈറ്റീരിയ, അവർക്ക് നഷ്ടപരിഹാരം ആര് കൊടുക്കണം? ഗവൺമെന്റിന് പല നിയമങ്ങളും അതിന്റെ പേരിലുണ്ട്. അത് ഏത് വിധത്തിലാണെങ്കിലും അത് അവർ നേടിയെടുക്കുക തന്നെ. പക്ഷെ ഈ സമൂഹം ഇന്ന് സൃഷ്ടിക്കുന്നത് ഇനി അങ്ങോട്ട് ഈ ഒരു പെണ്ണ് വിഷയത്തിന്റെ പേരിലുള്ള വീഡിയോ മാത്രമല്ല ആത്മഹത്യക്ക് കാരണം. സമൂഹത്തിന്റെ ശരിയായ അറിവില്ലായ്മ, രാഷ്ട്രീയമായിട്ടാണെങ്കിലും സാമ്പത്തികമായിട്ടാണെങ്കിലും ആത്മീയമായിട്ടാണെങ്കിലും അറിവില്ലായ്മയാണ് ശരിയായ അറിവില്ലായ്മ അത് തന്നെയാണ് ഏറ്റവും കൂടുതൽ ആത്മഹത്യകൾ സൃഷ്ടിക്കുന്നത്. പിന്നെ കൊലപാതകങ്ങൾ, അതേ സംഭവം തന്നെ. കൊലപാതകങ്ങളും സൃഷ്ടിക്കുന്നത് അത് തന്നെ. ഒഴിഞ്ഞു മാറേണ്ടടുത്ത് ഒഴിഞ്ഞു മാറാൻ, ഇടപെടേണ്ടാത്തടത്ത് നിന്ന് ഇടപെടാതിരിക്കാൻ, ഇടപെടേണ്ടടുത്ത് ഇടപെട്ട് അതിനെ നല്ല രീതിയിൽ ഭംഗിയിൽ കൈകാര്യം ചെയ്യേണ്ടടുത്ത് കൈകാര്യം ചെയ്യാൻ അറിവില്ലാത്തവർ തന്നെയാണ് ഇന്ന് ഇവിടെ ആത്മഹത്യയാണെങ്കിലും കൊലപാതകമാണെങ്കിലും മറ്റെന്തെന്ത് ക്രൂരകൃത്യങ്ങളാണെങ്കിലും ചെയ്യുന്നത്. ശരിയായ രീതിയിൽ നമ്മുടെ ഭരണഘടന എഴുതിയ അംബേദ്കർ സാറ് എല്ലാം അറിയുന്നവനാണോ എന്ന് ചോദിച്ചാൽ അന്നത്തെ കാലത്തെ വലിയ വിദ്യാഭ്യാസം ഉണ്ടായിരിക്കാം. പക്ഷെ എഴുതി വെച്ച ഭരണഘടന, അതില് നിയമങ്ങൾ, അതിലെ റിട്ടുകള്, അതുപോലെ മൗലിക അവകാശങ്ങൾ, ഇതിൽ മാത്രമേ മാറ്റം ഏതോ 1-2 കാര്യങ്ങളിൽ മാത്രമേ മാറ്റം വരുത്താൻ പാടില്ലാത്തതുള്ളൂ. മൗലികാവകാശങ്ങൾ 6. ബാക്കിയുള്ള നിയമങ്ങൾ സാഹചര്യങ്ങൾക്കനുസരിച്ച് മാറ്റം വരുത്താം എന്ന് ഭരണഘടനയിൽ പോലും പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇപ്പൊ ഉള്ള ഈ 3 കോടി ജനങ്ങളുടെ കേരള ജനതയിൽ ഒരു വ്യക്തി പോയാൽ അത് നഷ്ടം തന്നെ. അങ്ങനെ ഒരു ദിവസം എത്ര വ്യക്തികൾ ഇവിടെ മരണപ്പെടുന്നു, ജനിക്കുന്നുണ്ട് കേട്ടോ. ജനിക്കുന്ന കണക്കും മരണപ്പെടുന്ന കണക്കും. ഈ ജനിക്കുന്നതെന്ന് പറഞ്ഞാല് പഴയ പോലത്തെ ജനനമൊന്നും ഇപ്പൊ ഇല്ല. പണ്ടൊക്കെ എന്ന് പറഞ്ഞാല് പ്രസവം എന്ന് പറഞ്ഞാൽ അർമാദിപ്പായിരുന്നു. ഇന്ന് പ്രസവിക്കാൻ വേണ്ടി ലക്ഷങ്ങൾ ചെലവാക്കണം. IUI ചെയ്യണം, IVF ചെയ്യണം. ഗർഭപാത്രങ്ങളൊന്നും സത്യം പറഞ്ഞാൽ ഒരു സ്ത്രീക്കും പഴയ പോലത്തെ പവറൊന്നും ഇല്ല. പണ്ട് 10 പ്രസവിക്കുമായിരുന്ന പല സ്ത്രീകൾക്കും ഇന്ന് അതിന് കഴിയുന്നില്ല. ഒന്ന് പ്രസവിക്കാൻ പോലും താല്പര്യമില്ലാത്തവരും ഒരു വലിയൊരു കാറ്റഗറി ഉണ്ട്. ഇതൊക്കെ ആണെങ്കിലും ശരി, സ്ത്രീയും പുരുഷനും ഒരിക്കലും വേറിട്ട് നിൽക്കേണ്ട സംഭവമല്ല, കൂടിയിരിക്കേണ്ടത് തന്നെയാണ്. ഒന്ന് തൊട്ടു, ഒന്ന് ഇടപെട്ടു എന്ന് വെച്ച് വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കേണ്ട ഒരു സംഭവമില്ല. ഞാനിപ്പോ ഇന്നിപ്പോ സമൂഹത്തിലേക്ക് പോയി നോക്കുകയാണെങ്കിൽ തന്നെ പല സ്കൂളുകളിലും അതുപോലെ എല്ലായിടത്തും കൂടിക്കലർത്തി സ്കൂൾ വിദ്യാഭ്യാസം കൊടുക്കുന്ന ഒരു കാലഘട്ടം തന്നെയാണ്. ഇങ്ങനെ കൂടിക്കലർന്ന് തന്നെ വേണം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇനി അങ്ങോട്ട് ജീവിക്കാൻ. ഈ ഒരു വിദ്യാഭ്യാസം ഉള്ളിലേക്ക്, അവിടെ എല്ലാവരും കൂടി കലർന്ന് കൈ കൊടുക്കുന്നു, ഷെയ്ക്ക് ഹാൻഡ് ചെയ്യുന്നു, കൂടി നടക്കുന്നു എന്ന് കരുതി അവിടെ ഒന്നും ഈ പറഞ്ഞ പോലെ എല്ലാം വ്യഭിചാരമായി മാറുന്നില്ല. അതും കൂടെ മനസ്സിലാക്കേണ്ട ഒരു സമൂഹത്തിന്റെ കാഴ്ചപ്പാടിലേക്കാണ് ഞാൻ എൻ്റെ കാര്യങ്ങൾ പറയുന്നത്. നമുക്കുണ്ട് അത്യാവശ്യം വേണ്ട രീതിയിലുള്ള സ്ത്രീ സുഹൃത്തുക്കൾ, നമ്മൾ ഒരുമിച്ച് നടക്കാറുണ്ട്, സംസാരിക്കാറുണ്ട്. പക്ഷെ എല്ലാവരും ഒരേ രീതിയിലല്ല, പലരും പല കാറ്റഗറിയാണ്. ഈ കാറ്റഗറൈസ് എന്നാൽ ചിലർ ഈ പറഞ്ഞ പോലെ ഞാൻ തന്നെ വീഡിയോ ചെയ്തിട്ടുണ്ട്. നമ്മുടെ വടക്കുംനാഥൻ അമ്പലത്തിന്റെ പല മരച്ചുവട്ടുകളിലും ചില ഇണക്കുരുവികൾ ഈ തേൻ കൊടുക്കണം. അവർ തേൻ കൊടുക്കേണ്ടവർ കൊടുക്കണം. പക്ഷെ അത് സ്വകാര്യ നിമിഷത്തിലേക്ക് പോയിട്ട് കൊടുക്കുന്നതാണ് ഇത്രയും നല്ലത്. കാരണം എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ ഒരു അന്തരീക്ഷം അതിൽ ഒതുങ്ങി നിൽക്കണം. പിന്നെ ഈ ഒരു യുവതി പോസ്റ്റ് ചെയ്തത് പലരും പറയുന്നുണ്ട് വേണ്ട രീതിയിൽ അവർക്ക് ഈ പറഞ്ഞ പോലെ
ശാരീരിക സുഖം കിട്ടാത്തതാണ് ആയിരിക്കാം. ആണെങ്കിൽ അത് ആ രീതിയിലേക്ക് അവർ പോയിട്ട് നേടിയെടുക്കുക. വേറൊരു ജീവൻ നഷ്ടപ്പെടുത്താൻ വേണ്ടിയുള്ള ഒരു ശ്രമം ആയത് വളരെ മോശമായെന്ന് നമുക്ക് പറയാം. ഇനി ആ സ്ത്രീക്കെതിരെ സമൂഹം നീങ്ങി ആ ഒരു യുവതി ആത്മഹത്യ ചെയ്യുകയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും വിധത്തിൽ അവരുടെ ജീവൻ നഷ്ടപ്പെടുകയോ ചെയ്യുമ്പോൾ അത് വീണ്ടും നഷ്ടത്തിലേക്കാണ് പോകുന്നത്. അങ്ങനെ നോക്കുമ്പോൾ ശരിയായ രീതിയിലുള്ള വിദ്യാഭ്യാസം എവിടെ കൊടുക്കണം? നമ്മുടെ കേരളത്തിലാണ് ഇത് നടന്നുകൊണ്ടേയിരിക്കുന്നത്. കേരളത്തിൽ ഇന്നിപ്പോൾ നടക്കുന്ന ആത്മഹത്യകളുടെ മൊത്തത്തിലുള്ള കണക്കുകൾ ഇപ്പം എടുത്താൽ കിട്ടും. അങ്ങനെ എടുത്ത് മൊത്തത്തിൽ പരിശോധിക്കുക. ഗവൺമെന്റിലുള്ള ആരെങ്കിലും എൻ്റെ വീഡിയോ ഒക്കെ കാണുന്നുണ്ടെങ്കിൽ ഇച്ചിരി ചിന്തിക്കേണ്ട വിഷയം ഞാനും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കാരണം വളരെ മോശമായിക്കൊണ്ടിരിക്കുകയാണ്. എൻ്റെ കാര്യമാണെങ്കിൽ അതിനേക്കാളും മോശമാണ്. ഞാൻ പക്ഷെ എനിക്ക് നേരിട്ട ഓരോ പ്രശ്നങ്ങളിൽ നിന്നും ഒഴിഞ്ഞു മാറി നിൽക്കുക. അങ്ങനെ ഏറ്റവും ചുരുങ്ങിയ ഒഴിഞ്ഞു മാറിയെങ്കിലും നിൽക്കാനുള്ള ഒരു ചിന്താഗതിയിൽ നിൽക്കണം. ഇപ്പൊ എനിക്ക് ക്രിമിനൽ കേസുണ്ട്, സിവിൽ കേസുണ്ട്. സിവിൽ കേസും ഉണ്ട്, പറഞ്ഞ പോലെ കുടുംബ കോടതിയിലെ കേസ്. ഇത്രയും കേസുകളിൽ നിന്നും ഞാൻ ഒഴിഞ്ഞു മാറി നിൽക്കുക. നമുക്കിതിൽ കേസുകൾ വരാം, വിമർശനങ്ങൾ വരാം, പരാമർശങ്ങൾ വരാം. ഇതെല്ലാം വരുമ്പോഴും നമ്മൾ ചില സാഹചര്യങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു മാറി നിൽക്കണം. പിന്നെ നമ്മുടെ നിയമവ്യവസ്ഥയിൽ ഈ പറഞ്ഞ പോലെ പോലീസുകാരുടെ അതുപോലെ നീതിന്യായ വ്യവസ്ഥിതിയുടെ ഒക്കെ കാറ്റഗറി, അവരുടെയൊക്കെ രീതികൾ എന്നോ മാറേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. വളരെയധികം അതിക്രമിച്ചിരിക്കുന്നു. കാരണം എന്താണെന്ന് വെച്ചാൽ നീതി ധർമ്മനിഷ്ഠമായിട്ട് നടപ്പിലാക്കപ്പെടുന്നേ ഇല്ല. കാരണം ഇവിടെ ഇന്നും എന്നും പണം കൊണ്ടും പവർ കൊണ്ടും കയ്യൊപ്പുള്ളവനും പണമുള്ളവനും മാത്രം നീതി നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. പക്ഷെ ഇത് വലിയൊരു വിപത്ത് തന്നെയാണ് സൃഷ്ടിക്കുന്നത്. കഴിവുള്ളവർ പലരും, പല കഴിവുള്ളവരും, അതായത് വിദ്യാഭ്യാസപരമായിട്ടാണെങ്കിലും ശരി, മറ്റു പല കഴിവുകളുള്ളവരാണെങ്കിലും ശരി, സാമ്പത്തികമോ അതല്ലെങ്കിൽ രാഷ്ട്രീയപരമായിട്ടുള്ള ശക്തിയോ അവർക്കില്ലാത്തതിനെ തളർന്നു നടക്കുന്നവരവിടെ കടന്നോളൂ കേട്ടോ, ഒരു രക്ഷയില്ല. അതാണ് ഇന്നത്തെ നമ്മുടെ കേരള സ്ഥിതി. ഇത് മനസ്സിലാക്കിക്കൊണ്ട് കേരളം വിട്ടുപോകും. എനിക്കത്രേ പറയാനുള്ളൂ. നല്ല വിദ്യാഭ്യാസം ഉണ്ടോ, MPhil ഉണ്ടോ, ഡോക്ടറേറ്റ് ഉണ്ടോ, അതല്ലെങ്കിൽ മറ്റു കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടോ? ഇവിടെ നിങ്ങൾക്ക് കളക്ടറാവാൻ കഴിയുന്നില്ലേ? നിങ്ങൾക്ക് ഇവിടെ ഡോക്ടറാവാൻ കഴിയുന്നില്ലേ? അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ നല്ലൊരു എഞ്ചിനീയർ ആവാൻ കഴിയുന്നില്ലേ? തമിഴ്നാട്, ആന്ധ്ര, കേരളം വിട്ട അനവധി രാജ്യങ്ങൾ വിട്ടുപോയി നിങ്ങൾ നിങ്ങളുടെ കഴിവ് തെളിയിക്കുക എന്നേ പറയാനുള്ളൂ. ആത്മഹത്യ ഒന്നിനും ഒരു പരിഹാരവുമില്ല. ആത്മഹത്യ അവനവന് നഷ്ടം. ഇനി ആത്മഹത്യ ചെയ്ത ജീവൻ ഒരു കാരണവശാലും നശിക്കുന്നില്ല. അപ്പോൾ ഈ ജീവന്റെ അവസ്ഥ, നോർമലി മരണപ്പെടുന്നതും ആത്മഹത്യയിലൂടെ മരണപ്പെടുന്നതുമായ ജീവന്റെ അവസ്ഥ വളരെ വളരെ വ്യത്യസ്തമാണ്. അവരുടെ പുനർജന്മം അതും വളരെ വളരെ വ്യത്യസ്തമാണ്. ഇത് ഞാൻ കണ്ടിട്ടുള്ള സംഭവമൊന്നുമല്ല. പക്ഷെ ഇതിനെ പറ്റിയുള്ള അനവധി കാര്യങ്ങൾ പല ഗ്രന്ഥങ്ങളിൽ എഴുതി വെച്ചിട്ടുണ്ട്. പലരുടെയും അനുഭവങ്ങൾ ഇവിടെ ചെറുതായിട്ട് സൂചിപ്പിച്ചിട്ടുള്ള പല സംഭവങ്ങളുണ്ട്. അതിൻ്റെ ആധാരത്തിൽ ഒരു കാരണവശാലും ആത്മഹത്യ ചെയ്യല്ലേ, യുവാക്കളെ യുവതികളെ എന്ന് പറയില്ല. ആത്മഹത്യ ചെയ്യേണ്ടവർ അവരത് കൃത്യമായ സമയത്ത് ചെയ്യുക തന്നെ ചെയ്യും. നമ്മൾ ഓരോരുത്തർക്കും പ്രാർത്ഥിക്കാൻ ഒരു കാരണം കൂടെ, ദൈവമേ ആത്മഹത്യ ചെയ്യാൻ ആർക്കും തോന്നിപ്പിക്കല്ലേ എന്ന് പ്രാർത്ഥിക്കാം. അത് മാത്രമല്ല, ഒരു ആത്മഹത്യ ചെയ്യാനുള്ളൊരു കാരണം നമ്മളുടെ വാക്കിൽ നിന്നോ നമ്മളുടെ പ്രവൃത്തിയിൽ നിന്നോ മറ്റൊരാൾക്കും ഉണ്ടാക്കല്ലേ എന്നും പ്രാർത്ഥിക്കാം. എന്ന് കരുതി പ്രതികരിക്കേണ്ടടുത്ത് പ്രതികരിക്കരുത് എന്നല്ല, ചീത്ത പറയേണ്ടടുത്ത് ചീത്ത പറയരുത് എന്നല്ല. അങ്ങനെ ആരെങ്കിലും ചീത്ത പറഞ്ഞിട്ടോ പ്രതികരിച്ചിട്ടോ ആത്മഹത്യ ചെയ്യേണ്ടി വന്നാൽ അതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്വം അവർക്ക് മാത്രമല്ല, ആത്മഹത്യ ചെയ്ത വ്യക്തിക്ക് കൂടെ ഉള്ളതാണ്. ഇപ്പോൾ ഈ യുവതിയുടെ പെരുമാറ്റം
മോശമാണെന്ന് പറയപ്പെടുന്നു. അതിലൂടെ ഈ ഒരു യുവാവ് മരണപ്പെട്ടിട്ടുണ്ട്. ഇനി അനവധി യുവതികൾ മരണപ്പെടാൻ പോകുന്നുണ്ട്, പോയതുണ്ട്, പോവാനുണ്ട്. അപ്പൊ ഇവർക്കൊക്കെ എന്താ പറയാ, ആത്മീയ ശക്തി, ഭൗതിക ജീവനിൽ ജീവിതം ജീവിക്കാൻ വേണ്ടതും ആത്മീയ അറിവും ഇല്ലാത്തതിനാൽ അവർ ചെയ്തു പോകുന്നതാണ്. അതിന് നമുക്കൊന്നും ചെയ്യാനില്ല, പ്രാർത്ഥിക്കാൻ മാത്രമേ ചെയ്യാനുള്ളൂ.